ഒന്നെങ്കിൽ ഫോൺ എടുക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കി വേ. എന്താടാ വിളിച്ചിട്ടെടുക്കുന്നില്ലേ? പെണ്ണാണ്, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഹലോ, നീ എവിടാടി? അത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു വന്നതാ. എന്നോട് പറഞ്ഞില്ലല്ലേ? അത് പിന്നെ നിന്നോട് ബോയ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നീ ആരോടാടി കള്ളം പറയണേ? ഞാൻ കള്ളം പറ ഞാൻ കള്ളം പറ പ്ലീസ് 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 ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ പ്ലീസ്. നീ എന്തിനാണ് എന്നോട് കള്ളം പറയണേ? ആമ്പിളില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അതാര്? ഇങ്ങനെ ഒളിപ്പിച്ചോണ്ട് നടക്കണ എത്ര എണ്ണം ഉണ്ടടി നിനക്ക്? ഇനി എൻ്റെ കൂടെ പറയാതെ ഊരുകുറ്റിയാണെന്ന് ഞാൻ അറിഞ്ഞ. നിങ്ങളെ ഫ്രണ്ട്സിനോട് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ പോണേ? ആണോ? നീ കൂടുതൽ എന്നോട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. ഫ്രണ്ട്സിന് മുമ്പ് സീൻ ഉണ്ടാക്കണ്ടേ? മര്യാദയ്ക്ക് എന്നോടോ? ഇങ്ങോട്ട് ഞാൻ എന്ത് കാണിച്ചു? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് വിചാരിച്ചാണ്? നിന്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുന്തവും ഇല്ല. ഞാൻ നിന്നോട് ഇത് തെറ്റാ ചെയ്തേ. നിന്നോടൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോയ്സിനോട് പുറത്തു പോലെ അവരെ ഇന്റൻഷൻ ശരിയില്ല, ഇന്റൻഷൻ ശരിയല്ല. ബോയ്സിന്റെ ഇന്റൻഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ എനിക്കറിയാം. അതറിയാനുള്ള പ്രായപക്വതയൊക്കെ എനിക്കായി. ഈ വണ്ടി നിർത്തേ. വണ്ടി നിർത്താൻ. വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ പിടിച്ചാടും. സോറി. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാ. നീ എന്നൊന്ന് വിട്ടേ. ഇത് നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ? ഒരാളെ വീർപ്പൂട്ടിച്ചോണ്ടല്ലേ അയാളോട് സ്നേഹം കാണിക്കേണ്ടത്? എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. നീ ഇപ്പം എന്താ പറയാൻ പോണേ? അറിയത്തില്ല, പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാം. എനിക്ക് തുടങ്ങിയപ്പോഴേ അറിയാം നീ ഇങ്ങനെയൊക്കെ ആയി തീരോളന്ന്. ഹായ് ബ്രോ. എടി ഞാൻ അങ്ങോട്ട് മാറിയിക്കാം. നീ എന്തിനാ ഇവനെ വിളിച്ചോണ്ട് വരുന്നേ? നിനക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ അറിയത്തില്ലേ? എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ കാണോ? അതിനിപ്പോ എന്താ? നിനക്ക് എന്റെ ബൈക്കിൽ കയറാൻ വലിയ പാടാണല്ലോ. അപ്പൊ നാട്ടുകാരാണ് വീട്ടുകാരാണ് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലേ? അവൻ എന്റെ ഫാമിലി ഫ്രണ്ടാ. അവൻ എന്റെ വീട്ടിലും വരാറുണ്ട്. അവൻ അതിനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ വീട്ടിലും വരാറുണ്ടല്ലേ? കിച്ചു, നീ എന്താ ഇങ്ങനെ? എന്ത് പറഞ്ഞാലും എന്തിനാ മറ്റൊരർത്ഥം കണ്ടുപിടിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് എന്നെ ഹത്യായിരിക്കാനുള്ള കോമൺ സെൻസ് നീ കാണിക്കണ്ടേ? അതൊക്കെ ആൾക്കാർ നോക്കും. എനിക്കറിയാം നിനക്ക് എന്നുള്ള സ്നേഹം കൂടുതലുണ്ടാ ഇങ്ങനെയൊക്കെയെന്ന്. പക്ഷെ നീ ഇപ്പൊ ഭയങ്കര ടോക്സിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്താ പറഞ്ഞേ? നിനക്കിപ്പോ ഞാൻ ചെയ്യുന്നതെല്ലാം ടോക്സിക് അല്ലേ? കണ്ടവന്മാരോട് നിരങ്ങി നടന്നിട്ട് അത് ചോദിച്ചാലും ടോക്സിക് അല്ലേ? ബ്രോ എന്താ പ്രശ്നം? മാറിക്കടാ. കിച്ചു, നീ എന്താ കാണിക്കുന്നേ? എന്തിനാ അവനെ തൊട്ടപ്പോ നിനക്ക് പൊള്ളിയോ?
പ്രശ്നമുണ്ടോ? മോള് വന്നതിന് ശേഷമാണ് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവൻ ഇപ്പം വീണ്ടും പഴയ പോലെ ഭയങ്കര ദേഷ്യവും ഒരു ശ്രദ്ധയും ഇല്ല. ഇല്ലമ്മ, പ്രശ്നമൊന്നുമില്ല. അവ അകത്തുണ്ട്, മോള് പോയി കാണും. എവിടെ കൂടെ അവനും വന്നിട്ടുണ്ടോ? ഇപ്പൊ സന്തോഷമായില്ലേ എനക്ക്? കിച്ചു, ഞാൻ ഇതിന് മാത്രം നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അന്ന് അവനെ തല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവനായോണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അളിയോയ് ഇങ്ങനെയാണെങ്കിൽ അവള് നിന്നെ ഉടനെ കളഞ്ഞു പോകും. അന്ന് നിന്നെ കാണാൻ വന്നപ്പോൾ പോലും അവൻ്റെ കേസല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വാരി വെള്ളമിട്ടുണ്ടിരിക്കേണ്ടി വരും. അതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? വഴിയൊക്കെ ഉണ്ട്, വളഞ്ഞ വഴിയാ. പക്ഷെ ഉറപ്പ് തരാം, അത് കഴിഞ്ഞാൽ പിന്നെ അവളിങ്ങനെ വിട്ടിട്ട് പോകില്ല. നീ എന്താ ഉദ്ദേശിക്കണേ? അളിയത് ചോദിച്ചപ്പോഴേ നീ മനസ്സിലായി. അളിയനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അളിയ, ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ട എന്താണെന്ന് അറിയാം? അവളെ ചാരിത്രം. അളിയൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ അളിയൻ്റെ കയ്യിലില്ല. ആ മോള് വന്നാ? മോളെ അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. മാനത്തെ പൊൻതിരി വാർന്നു ഇന്നിവിടെ ആരുമില്ല. അതെനിക്കറിയാം. അതിനെന്തിനാ വാതിലടയ്ക്കുന്നേ? നമുക്കിതുവരെ ഒരു പ്രൈവസി കിട്ടിയിട്ടില്ലല്ലോ. കളിക്കാത്ത വാതിൽ പറഞ്ഞേ. നീ തന്നത്താനേ എന്തായി കാണിക്കുന്നേ? ഞാനല്ലേ മണ്ണിൽ തീരാ താളം പോകെ നെഞ്ചിനുള്ളിൽ മൂകമാകും പതിയെ നീയില്ലാതെ നിഴൽ പോ